ഹലോ, എല്ലാവർക്കും മഹാദേവ് വ്ളോഗ്സിന്റെ ഒരു പുതിയൊരു വ്ളോഗിലേക്ക് ഹാർദവമേറിയ സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് ഡൈവേർട്ട് ചെയ്തുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇവിടെ പഠിക്കാൻ വരാനുണ്ടായ സാഹചര്യം, അതിൻ്റെ എന്തൊക്കെയായിരുന്നു അതിൻ്റെ എക്സ്പീരിയൻസസ്, അങ്ങനെ അല്ലറ കുറച്ച് അനുഭവങ്ങളൊക്കെ ആയിട്ട് ഒരു വ്ളോഗ്, അത്രയും ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. 2016 ഇങ്ങനെ ഇങ്ങോട്ട് വരാനുള്ള ഒരു പ്ലാൻ ഇങ്ങനെ മനസ്സിൽ ഓടിക്കൊണ്ടിരുന്നത്. ആക്ച്വലി ഫസ്റ്റ് ഞാൻ പഠിക്കാൻ പോകണമെന്നുണ്ടായിരുന്നു മാസ്റ്റേഴ്സ്, പക്ഷെ എവിടെയാണ് എന്ന് ഒരു തീരുമാനം ആയിട്ടില്ലായിരുന്നു. ഇങ്ങനെ പല ആലോചന ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഫ്രണ്ടാണ് എൻ്റെ, ഓൾറെഡി ഒരു ഫ്രണ്ട് ജർമ്മനിയിലുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോകാൻ വേണ്ടി ഫസ്റ്റ് ട്രൈ ചെയ്തു. അപ്പം അങ്ങനെ ജർമ്മനി പോകണമെങ്കിൽ ജർമ്മൻ പഠിക്കണം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിയപ്പം അതിനൊരു മെനക്കെടാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടായില്ല. അതുകൊണ്ട് ജർമ്മനി വിട്ട്. അപ്പോൾ അടുത്തത് ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, സുജിത്ത് പറഞ്ഞിട്ട്. അപ്പോൾ അവനായിരുന്നു പറഞ്ഞത്, നീ കാനഡയിലേക്ക് നോക്ക് എന്ന രീതിയിൽ എൻ്റെ അടുത്ത് അപ്രോച്ച് ചെയ്തത്. അവൻ ഈ ഓൾറെഡി പുറമെ പഠിക്കാൻ, ഓസ്ട്രേലിയ പഠിക്കാൻ വേണ്ടിയിരുന്നു. അപ്പം അത്യാവശ്യം റിസർച്ച് ചെയ്തുകൊണ്ട് പോകുന്നതിനെ ബേസ് ചെയ്തിട്ട് എന്തായാലും ഓസ്ട്രേലിയ വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ കാനഡ ആണെങ്കിൽ കാനഡ എന്നുള്ള രീതിയിൽ ഓൺലൈനിൽ നോക്കുകയൊക്കെ ചെയ്തപ്പോൾ ഇങ്ങനെ കാനഡയിൽ പ്രത്യേകിച്ച് അങ്ങനെ അറിയുന്ന ആൾക്കാരൊന്നുമില്ലായിരുന്നു. അന്ന് ഇത്ര പോപ്പുലറും അല്ല. 16 ഞാൻ വന്നപ്പോൾ തന്നെ ആരുടെ ചോദിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ ഒരു ഐഡിയ ഇല്ല. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു വ്ളോഗ്സ്, കാനഡ വ്ളോഗ്സ് ഒക്കെ ഇപ്പോൾ അടുത്താണ്, റീസെൻ്റ് ആയിട്ടാണ് ആൾക്കാർ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയതൊക്കെ. അന്ന് ഇങ്ങനെ വ്ളോഗ് കണ്ടിട്ട് ഇങ്ങനെ എന്താ അന്വേഷിക്കാനുള്ളൊരു ആലോചന പോയില്ല എന്തായാലും. അങ്ങനെ അന്ന് അത്ര പോപ്പുലർ അല്ലായിരുന്നു. യൂട്യൂബൊക്കെ നമ്മൾ സോങ്സ് ഒക്കെ കേൾക്കുക അല്ലാണ്ട് ഇതിപ്പോൾ ഇങ്ങനെ ഒരു മീഡിയ ഇപ്പോഴത്തെ രീതിയിൽ എങ്ങനെ ഹൗ ടു ഇമിഗ്രേറ്റ് ടു കാനഡ എന്ന് അടിച്ചാൽ ഒരു 100-500 വീഡിയോ വരും. പക്ഷെ ആ പണ്ടൊക്കെ ഇല്ലായിരുന്നു. ഒരു 4 വർഷം മുന്നത്തെ കാര്യം പറയുന്നത്. അപ്പോൾ അത്രയും ടെക്നോളജി കൊണ്ട് തന്നെ ഉള്ളത് കൊണ്ട് തന്നെ അത്ര വ്യത്യാസം വന്നിട്ടുണ്ട്. അങ്ങനെ തപ്പി പോയപ്പോഴാണ് ഞാൻ ആ ടൈമിൽ ബാംഗ്ലൂരിൽ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നു. അങ്ങനെ അവിടെ വർക്ക് ചെയ്ത് ഒരു മനസ്സ് മടുത്തിരിക്കുന്നൊരവസ്ഥയിലാണ് ഞാൻ പഠിക്കാൻ പോകാനുള്ള ഐഡിയ അച്ഛനായിരുന്നു കൊണ്ടുവന്നത്. എനിക്ക് അങ്ങനെ മാസ്റ്റേഴ്സ് ചെയ്യാൻ വലിയൊരു ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. മെയിനായിട്ട് ഇനിയും ഒരു എൻജിനീയറിങ് പഠിച്ചിട്ട് തന്നെ ഒരു വഴിക്കായി. അതുകൊണ്ട് തന്നെ ഇനിയൊരു പഠിത്തം ഒക്കെ ആലോചിക്കുമ്പോൾ തന്നെ ഒരു മടി, പഠിക്കാനുള്ളൊരു മടി, വേറെ ഒന്നുമല്ല. ഞാൻ പുറമെ പോകാനൊക്കെ താല്പര്യമുണ്ട്. പക്ഷേ അപ്പോഴും ഇങ്ങനെ ഗൾഫിലേക്ക് പോകാന്നുള്ളവർക്ക് ഒരു ഐഡിയ. പക്ഷേ ഗൾഫിലാണെങ്കിലും ആരൊന്നുമില്ല, അതിനോട് ഒരു ഐഡിയ ഇല്ല. ഗൾഫിലും ആരുമില്ല, പുറത്തൊന്നും പ്രത്യേകിച്ച് അങ്ങനെ ഫാമിലിയിൽ അങ്ങനെ ആരും ഇല്ല ഞാൻ പോകാൻ ഉദ്ദേശിച്ച കൺട്രിയിലൊന്നും. അതുകൊണ്ട് തന്നെ ഞാൻ തപ്പി ഇറങ്ങി. ഞാനും എൻ്റെ ഫ്രണ്ടും ഉണ്ടായിരുന്നു, വർഷോപ്പ് പറഞ്ഞിട്ട്. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ബാംഗ്ലൂർ. അങ്ങനെ ഞങ്ങൾ ഒന്നുമില്ല പറഞ്ഞാൽ IELTS പോയി എഴുതി, ഒരു ഐഡിയ ഇല്ലാണ്ട്. ആദ്യം അത് എഴുതണമെന്ന് ഇങ്ങനെ നെറ്റിലടിച്ചപ്പോൾ മനസ്സിലായി. അങ്ങനെ IELTS അക്കാഡമിക് പോയി എഴുതി. IELTS അക്കാഡമിക് കൊണ്ട് ജനറലും ഉണ്ട്. അപ്പം പഠിക്കാൻ വരികയാണെങ്കിൽ അക്കാഡമിക് എഴുതണം. അങ്ങനെ IELTS അക്കാഡമിക് എഴുതി. വലിയ സ്കോറൊന്നും ഉണ്ടായില്ലായിരുന്നു. നല്ല തട്ടിമുട്ടി കഷ്ടി ഇങ്ങോട്ട് വരാനുള്ള സ്കോപ്പുള്ള ഒരു തരക്കേടില്ലാത്തൊരു സ്കോർ കിട്ടി. അങ്ങനെയാണ് നമ്മൾ IELTS ബുക്ക് ചെയ്യാൻ പോയ സ്ഥലത്ത് തന്നെ അവർ പറഞ്ഞത് അവരിതേവരെ സ്റ്റഡി പെർമിറ്റ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്, കോളേജസൊക്കെ അവർ തന്നെ ഓപ്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഞങ്ങൾ ഓക്കെ ആണ്, കാരണം ഞങ്ങൾക്ക് വേറെ ഒരു ഐഡിയ ഇല്ല. അത് ആരും തോന്നണം, എങ്ങനെ പോകണം, എപ്പോൾ ചെയ്യണം എന്ന് ഒരു ഐഡിയ ഇല്ല അന്ന്. അങ്ങനെ എല്ലാ ഫയലും ഓപ്പൺ ഏൽപ്പിച്ച് ഞങ്ങൾ എന്നുള്ളൊരു മൂഡിലൊക്കെ നിൽക്കുക. അങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് കോളേജിൻ്റെ ട്രാൻസ്ക്രിപ്റ്റ് ഒക്കെ സെൻഡ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു ആള്. അങ്ങനെ നോട്ടറൈസ് ചെയ്തിട്ട് കോളേജ് ട്രാൻസ്ക്രിപ്റ്റ് സെൻഡ് ചെയ്തു നമ്മൾ. പിന്നെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് സെൻഡ് ചെയ്തു. പിന്നെ മാർക്ക് ഷീറ്റ് സൈഡിലും സെൻഡ് ചെയ്തു. ബേസിക്കലി നോട്ടറി വെച്ച് സിഗ്നേച്ചറൊക്കെ ചെയ്തിട്ട് അത് സെൻഡ് ചെയ്തു. അങ്ങനെ ഇതെല്ലാം സെൻഡ് ചെയ്തപ്പോഴാണ് ആൾ പറഞ്ഞത്, ഇതേമാതിരി ഒരു ലാംപ്ടൺ കോളേജ് എന്ന് പറഞ്ഞ ഒരു കോളേജിൽ നിന്ന് ഓഫർ ലെറ്റർ വന്നിട്ടുണ്ട്, ഇനി സ്റ്റുഡൻറ്റ് വിസ അപ്ലൈ ചെയ്യണം എന്നുള്ള രീതിയിലാണ് ആൾ പറഞ്ഞത്. അപ്പം നമ്മൾ ഓക്കെ അപ്ലൈ ചെയ്യാനാണല്ലോ വന്നത്, അപ്ലൈ ചെയ്തോളൂ എന്നുള്ള രീതിയിൽ നമ്മൾ ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സ് അത് ഇത് പറഞ്ഞിട്ട് ഓരോ ഡോക്യുമെൻറ്റും കൊടുത്ത് അതിൽ കിട്ടാൻ വേണ്ടിയിട്ട് പ്രൂഫ് ഓഫ് ഫണ്ട് കാണിക്കണം. പിന്നെ നമുക്ക്
ഫിനാൻഷ്യൽ സപ്പോർട്ടിൻ്റെ ഡോക്യുമെൻറ്റ്സ് കാണിക്കണം, അങ്ങനെ അങ്ങനെ കുറേ. പിന്നെ അതിനുവേണ്ടി സപ്പോർട്ട് തന്നത് അമ്മേൻ്റെ ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് ആണ് സപ്പോർട്ടിങ് ഡോക്യുമെൻറ്റ്സ് ഒക്കെ ആയിട്ട് കൊടുത്തത്. അങ്ങനെ ഇതൊക്കെ വെച്ചിട്ട് അപ്ലൈ ചെയ്തത് ഏകദേശം 16 ജൂൺ എങ്ങാനോ തോന്നുന്നു. അപ്ലൈ ചെയ്തിട്ട് കുറച്ച് കാലത്തേക്ക് അതിൻ്റെ അഡ്രസ്സൊന്നുമില്ല. അതേമാതിരി ഇതൊക്കെ മുൻകൂട്ടി കാൽക്കുലേറ്റ് ചെയ്തിട്ട് മെയ് എൻ്റെ ആകുമ്പോഴേക്കും ഞാൻ റിസൈൻ ചെയ്തു ജോലിയിൽ നിന്ന്. ഞാനും എൻ്റെ ഫ്രണ്ട് റിസൈൻ ചെയ്തു. ഞങ്ങൾ ഒരുമിച്ച് റിസൈൻ ചെയ്ത് നാട്ടിലെത്തി. ഇത് സ്റ്റഡി പെർമിറ്റ് ഒക്കെ കിട്ടുന്നുള്ളൊരു പ്രതീക്ഷയിൽ, ഒരു ഗ്യാരണ്ടിയും ഇല്ല കിട്ടുന്നൊന്നും. വിസയൊക്കെ ഇപ്പോൾ തന്നെ അറിയാം, ഇങ്ങനെ നമുക്ക് ഗ്യാരണ്ടി ഒന്നുമില്ല അപ്രൂവ് ആവില്ല ഒന്നും. പക്ഷെ ഒരു ഈശ്വരൻ്റെ മനസ്സിൽ വിചാരിച്ച് ജോലി ഒഴിവാക്കി നാട്ടിൽ വന്ന് ഇപ്പം ഇനിയിപ്പോൾ ഞാൻ വിചാരിച്ചു അപ്രൂവ് ആവുകയാണെങ്കിൽ തന്നെ അപ്രൂവ് ആയി ഉടനടി തിരിക്കണമല്ലോ പോവുകയാണെങ്കിൽ തന്നെ. അപ്പോൾ കുറച്ച് നാട്ടിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് അടിച്ചു പൊളിക്കാനുള്ള രീതിയിൽ തന്നെ റിസൈൻ ചെയ്ത് നാട്ടിൽ പോയിട്ട് അടിച്ച് പൊളിക്കുന്നു. പിന്നെ പോകാനുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടോ ശരിക്കും പറഞ്ഞാൽ. നാട്ടിൽ പോയപ്പോൾ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. ഒരു കുറച്ച് പേർക്ക് വെക്കേഷൻ ആയുള്ള ഒരു ടൈം ആയതുകൊണ്ട് ഹെവി പൊളി. അങ്ങനെ എല്ലാ ദിവസവും പുറത്ത് പോകുന്നതും അതും ഇതൊക്കെ ആയിട്ട് നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ കാര്യം തന്നെ പറഞ്ഞു. അപ്പോൾ ഇതിങ്ങനെ ഡിലേ വരുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ കൂടെ. അങ്ങനെ ആണ് എൻ്റെ ഫ്രണ്ട് ആയ പ്രപഞ്ച്, പ്രണോയ്, അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു അവിടെ നാട്ടിലപ്പോൾ. അപ്പോൾ ഞങ്ങൾ ഇതേമാതിരി ട്രിപ്പൊക്കെ പോയി, കൊച്ചി പോവുകയാണെങ്കിൽ ബാംഗ്ലൂർ പോകുക, അങ്ങനെ നല്ല രസമായിരുന്നു ആ ടൈമിൽ. കാരണം പ്രത്യേകിച്ച് വേറെ ജോലിയൊന്നും ഇല്ലല്ലോ. എന്തായാലും ജോലി റിസൈൻ ചെയ്ത് വന്ന് കാനഡയ്ക്ക് പോകാന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട്. സ്റ്റഡി പെർമിറ്റ് വന്നിട്ടൊന്നുമില്ല, എന്നാലും പോകുന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോഴാണ് ട്വിസ്റ്റ്. അങ്ങനെ എൻ്റെ ഫ്രണ്ട് പ്രപഞ്ചിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു. അതുവേണ്ടി അവൻ കുറച്ച് ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്ത് അങ്ങനെ നമ്മളെല്ലാവരും പാർട്ടി ചെയ്യാൻ വേണ്ടി പോയി. അങ്ങനെ വന്നപ്പോഴാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് ആൾ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ വെച്ച് പരിചയപ്പെട്ടു, സംസാരിച്ചു. അങ്ങനെയാണ് ഒരു ട്വിസ്റ്റ്. അവിടെയാണ് ഞാൻ പറഞ്ഞ ട്വിസ്റ്റ്. അങ്ങനെ പോയപ്പം അതുവരെ ഇല്ലാത്തൊരു പെട്ടെന്നൊരു ലഡു പൊട്ടി മനസ്സിൽ. ഈ പോകുന്നതിൻ്റെ ഇടയിൽ കൂടി ഒരു പ്രേമം പൊട്ടി മുറിക്കുകയാണ്. അങ്ങനെ ഒരിക്കലും വിചാരിക്കില്ല എന്ന് പറഞ്ഞ ടൈമിലല്ലേ. കാരണം ഓൾമോസ്റ്റ് പോകാൻ ഒരു 2 മാസം വിസ കിട്ടിയാലുള്ള കാര്യം പറയുന്നത്. ഒക്കെ ഒരു പ്രതീക്ഷയിലാണല്ലോ. അങ്ങനെ പ്ലാനിൽ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു കുട്ടീനെ കണ്ട് ഇഷ്ടമായി. അങ്ങനെ ആദ്യം ഞാൻ പിന്നെ പെട്ടെന്ന് തന്നെ പോയി പറഞ്ഞു. കാരണം ഞാൻ എന്തായാലും 2 മാസത്തിൽ പോകാനുള്ള ഒരു പ്ലാനായി നിൽക്കുകയാണ്. അത് കുറേ കഴിഞ്ഞിട്ട് ഞാൻ അവിടെ പോയി പറയുന്നതിൽ വലിയൊരു അർത്ഥം തോന്നുന്നില്ല. കാരണം ടൈം സ്പെൻഡ് ചെയ്യാനൊന്നും പറ്റില്ല, ഒന്നും പറ്റില്ല. അങ്ങനെ ആദ്യത്തെ ഞാൻ തുറന്നു പോയി പറഞ്ഞു. ആള് ഉടനടി ഇല്ലോ എന്ന് പറഞ്ഞു. പിന്നെ 2 ദിവസം മിണ്ടാട്ടൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ആളെൻ്റെ ഫ്രണ്ടിൻ്റെ സിസ്റ്ററാണല്ലോ. അങ്ങനെ 2 ദിവസം പിന്നെ ഇങ്ങനെ കുറച്ച് ദിവസം ഇങ്ങനെ ലൈറ്റായിട്ട് പോയി. കാരണം ഫ്രണ്ട്ഷിപ്പ് ആവാന്നുള്ള രീതിയിൽ ഓക്കെ. പിന്നെ അതാണല്ലോ ഫസ്റ്റ് നോ പറഞ്ഞാൽ പിന്നെ ഫ്രണ്ട്ഷിപ്പിലേക്കാണല്ലോ സ്ഥിരം പാട്ടാണ്. അങ്ങനെ നിൽക്കുമ്പോൾ ആള് നല്ല ഫ്രണ്ട്സായി. ഞാൻ നല്ല ഫ്രണ്ട്സായി പറഞ്ഞാൽ നല്ല രീതിയിൽ നല്ല ഞങ്ങൾ ഇടയ്ക്കിടെ പുറത്ത് പോകും. അങ്ങനെ നല്ല ഫ്രണ്ട്ഷിപ്പായി. ഞാൻ ഒരു അറ്റ്ലീസ്റ്റ് ഒരു വീക്ക്ലി വൺസെങ്കിലും, കാരണം ടൈം കുറവാണല്ലോ, വീക്ക്ലി വൺസെങ്കിലും ഞാൻ കാര്യം സൂചിപ്പിക്കും. അപ്പോൾ മൈൻഡ് ചെയ്യില്ല. അപ്പോൾ പിന്നെ ഞാനും ആ ടൈമിൽ വലിയ താല്പര്യമാണെങ്കിൽ ഞാൻ വീണ്ടും ബാക്കോട്ട് ഇടും. വീണ്ടും ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ വീണ്ടും ടോപ്പിക് ഇടും. ഇതന്നെ സ്ഥിരം നടന്നുകൊണ്ടേ നിന്നു. അത് നമ്മൾ നല്ല ഫ്രണ്ട്സായി അപ്പോഴത്തേക്കും. അങ്ങനെ നമ്മൾ കുറച്ച് ഫ്രണ്ട്സ് ഒരുമിച്ച് ജോയിൻ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരുമിച്ച് പാർട്ടിക്ക് പോകാൻ തുടങ്ങി എല്ലാവരും കൂടി. അങ്ങനെ ഇനീഷ്യലി ഞാനിങ്ങനെ പുറമെ പോകുന്ന കാര്യം എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഞാൻ പറയാറില്ലായിരുന്നു. അങ്ങനെ അവരായിട്ട് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായി. അവരുടെ അടുത്തൊന്നും പറയേണ്ട, മറച്ചു വെച്ച് എന്നുള്ള രീതിയിൽ. അത് പിന്നെ റെഡിയായി. അത് പിന്നെ മോട്ടായിരിക്കാം. ഇനീഷ്യൽ ആയിട്ടുള്ള പ്രശ്നം എല്ലാവർക്കും ഉണ്ടാവല്ലോ. അങ്ങനെ എല്ലാം റെഡിയായി നിന്നിട്ടാണ് എനിക്കൊന്ന് ഒരു മാസത്തോളം ഇങ്ങനെ തന്നെ പോയി. അങ്ങനെ ഇഷ്ടമാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയും, നോന്നപ്പോൾ തന്നെ പറയും. ഒടുവിൽ 1 മാസം കഴിഞ്ഞാൽ ആള് ഓക്കെയാണ്. ഒടുവിൽ ഓക്കെയാണ്. അപ്പോൾ തന്നെ
അടിപൊളി. അപ്പം ഇനിയാണ് ടെസ്റ്റ് വേറെ. ഇനിയിപ്പോൾ ഒരു മാസത്തിൽ വിസ വന്നാൽ പോകണം എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. സെപ്റ്റംബർ 9-നായിരുന്നു അവിടെ ക്ലാസ് തുടങ്ങുന്നത് 2016. അങ്ങനെയാണെന്ന് നോക്കുമ്പോൾ ഇതൊരു വിഷയമൊന്നും വന്നിട്ടില്ല. ഏകദേശം വീട്ടിൽ ഹാപ്പാടെ ഒരു ഭയങ്കരമായ ഒരു അന്തരീക്ഷം ആയി തുടങ്ങി. കാരണം ഞാനിവിടെ ഫുൾ ടൈം ഫ്രണ്ട്സിനോട് പുറത്ത് ഇങ്ങനെ ചുറ്റിക്കളിയായിട്ട് നടക്കുന്നത് ഇതെന്നെ പരിപാടി. അപ്പം അച്ഛന് തോന്നി ഞാനൊരു ജീവിത ലക്ഷ്യം ഇല്ലാതെ പോയിക്കൊണ്ടേ നിൽക്കുകയാണ്. ഒറ്റ പറഞ്ഞല്ലേ, കാരണം സ്വന്തം മോനാണല്ലോ, അപ്പോൾ അച്ഛനൊരു വേദമുണ്ടോ. അങ്ങനെ ഞാൻ അച്ഛനടുക്കി ഞാൻ ഇതിന് ചൊല്ലി കുറച്ച് സീൻസൊക്കെ ഉണ്ടാകാൻ തുടങ്ങി. അപ്പോഴേക്കും പിന്നെ എനിക്ക് പോകാനുള്ള ഒരു വലിയൊരു മൂഡ് ഇങ്ങനെ കുറഞ്ഞു വന്നു. കാരണം ആളൊന്നും സെറ്റ് ആയിട്ടല്ലോ. പിന്നെ ഇനിയിപ്പോൾ വിസ വന്നില്ലെങ്കിലും കുഴപ്പമില്ല, റിജക്റ്റ് ആയാലും ഇത്രയല്ലേ ഉള്ളൂ. ഒരു ആള് കൊച്ചിയിലായിരുന്നു അപ്പോൾ പഠിക്കുന്നത്. അപ്പോൾ കൊച്ചിയിലൊരു കോളേജിൽ പോയി ജോയിൻ ചെയ്യാനുള്ള ഒരു പരിപാടി വരെ ഞാനും അമ്മയും കൂടി പദ്ധതി ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അമ്മയ്ക്ക് അറിയില്ല ഈ ഒരു സ്കീമിലാണ് കൊച്ചിക്ക് പോകുന്നത്. അമ്മ വിചാരിച്ച് മോന് MBA-നോടുള്ള ആഗ്രഹമോ അങ്ങനെ എന്താ വിചാരിച്ചിട്ട് അമ്മ ഇത് കിട്ടിയില്ല, പ്രശ്നമൊന്നുമില്ല, നമുക്ക് കൊച്ചിയിലേത് കോളേജ് നോക്കാം. ഓക്കെ ഓക്കെ എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ കാര്യങ്ങൾ എന്ന രീതിയിൽ നൈസായിട്ട് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കാരണം സെപ്റ്റംബർ 9 വിസ അറ്റ്ലീസ്റ്റ് ഒരു 2 days മുന്നെങ്കിലും വരണമല്ലോ പോകണമെന്നുണ്ടെങ്കിൽ. കാരണം 1 day അറ്റ്ലീസ്റ്റ് ട്രാവലാണ്. അങ്ങനെ നിൽക്കുമ്പോൾ ഒരു ന്യൂസും ഇല്ല. അങ്ങനെ സെപ്റ്റംബർ 9 കഴിഞ്ഞു. അതോടെ ഞാൻ ആ ഒരു സ്കീം വിട്ട്. ഞാൻ പിന്നെ വിചാരിച്ച് എന്തായാലും വിസ റിജക്റ്റ് ആയിട്ട് തിരിച്ചു വരാനുള്ളതാണ്. റിജക്റ്റ് ആവാനുള്ള ഒരു സമയം അപ്പം മാത്രമേ ഇനി ബാക്കിയുള്ളൂ എന്നുള്ള രീതിയിലായി. അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ നോക്കുമ്പം നേരിട്ട് ഒന്നും സംഭവിക്കുന്നില്ല. ആ ഏജന്റിനെ വിളിച്ച് നോക്കുക, ഇടയ്ക്ക് അയാൾ മെസ്സേജ് അയച്ചു നോക്കുക, ഞാൻ എന്താ ഫ്ലൈറ്റ് ടിക്കറ്റ് ഞാൻ ബുക്ക് ചെയ്യണോ അല്ലെ എന്താ ഞാൻ ചെയ്യേണ്ടത്. അപ്പോൾ അയാളൊരു അവിടെ ഇവിടെ ഇല്ലാത്ത രീതിയിൽ അയാൾ നിൽക്കും. കാരണം അയാളെ പറഞ്ഞിട്ടും കാര്യമില്ല, വിസ ഓഫീസർ കയ്യിലാണ് മൊത്തം നിൽക്കുന്നത്. അയാൾ ഇതിൻ്റെ നടുവുള്ളൊരു മീഡിയേറ്റർ എന്ന രീതിയിൽ മാത്രമേ ഉള്ളൂ. എന്നാലും നമ്മുടെ സ്റ്റാറ്റസ് നമുക്കറിയാമല്ലോ. അങ്ങനെ ഏകദേശം ഇല്ലയെന്നുള്ള രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോവാണ്. അപ്പോൾ പെട്ടെന്നാണ് ഒരു സെപ്റ്റംബർ 17 അതന്നെ സെപ്റ്റംബർ 17 നല്ല ഓർമ്മയുണ്ട് ആ ഡേറ്റ്, അങ്ങനെ മറക്കില്ല. കോളേജിൽ എക്സ്റ്റൻഷൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സെപ്റ്റംബർ 9 സെപ്റ്റംബർ 19 വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. 19 ഉള്ളിൽ വിസ വരികയാണെങ്കിൽ ഈ സെമസ്റ്ററാണ് ജോയിൻ ചെയ്യാം. ഇൻ കേസ് അത് കഴിഞ്ഞിട്ട് ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ജാനുവരി ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ പിന്നെ ഒരു കാര്യം തീരുമാനിച്ചു, പോവുകയാണെങ്കിൽ സെപ്റ്റംബർ ഇൻടേക്ക് അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാനുള്ള രീതിയിൽ ഞാൻ നിന്നു. കാരണം രണ്ടാമത് അപ്ലൈ ചെയ്യാൻ ട്രൈ ചെയ്യായിരുന്നു. നമുക്കൊരു ടാർഗറ്റ് ഉണ്ടല്ലോ കൊച്ചിയിൽ. ഓക്കെ, അങ്ങനെ സെപ്റ്റംബർ 17 അന്ന് എനിക്ക് ഓർമ്മയുണ്ട് KL10 എന്നുള്ളൊരു പടം ഉണ്ടായിരുന്നു, 5 വർഗീസൊക്കെ ഉള്ളത്. അത് ഞാൻ അങ്ങനെ ലാപ്ടോപ്പ് കണ്ടുകൊണ്ടിരിക്കുക വീട്ടിൽ, തിരിച്ച് മറുപടിയൊന്നും ഇല്ലല്ലോ. അങ്ങനെ കണ്ടുകൊണ്ട് നോക്കുമ്പോഴുണ്ട് ഏജൻറ്റ് വിളിക്കുന്നു, അല്ല എനിക്ക് ഇമെയിലൊന്നും വന്നില്ല. ഞാൻ എന്ത് ഇമെയിൽ? അല്ല എൻ്റെ വിസ ഓക്കെ ആയോ? 17 2 ദിവസം കഴിഞ്ഞ് അവിടെ ക്ലാസ് തുടങ്ങാമല്ലോ. അതെനിക്ക് വിശ്വാസമായില്ല. ഞാൻ ആരടുത്തും പറഞ്ഞില്ല. ഞാൻ അയാളടുത്ത് പറഞ്ഞ് ആ വിസാൻ്റെ ഫോട്ടോ ഒന്ന് എടുത്ത് എനിക്ക് വാട്സാപ്പിലേക്ക് ഒന്ന് അയക്കും. വെറുതെ നമ്മൾ സ്വപ്നം കണ്ട കാര്യമില്ല. അങ്ങനെ നോക്കിയപ്പോൾ മൂപ്പര് അയച്ച് കാര്യം ഓക്കെയാണ്. കാരണം വേറെ ഒരു ട്വിസ്റ്റ് പറഞ്ഞാൽ ഈ സംഭവം അപ്ലൈ ചെയ്താൽ മംഗലാപുരത്താണ്. ഞാൻ ടൈമിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് കോഴിക്കോട് അപ്ലൈ ചെയ്താൽ വന്നു പോകാനുള്ള ഒരു മെനക്കെട് ആലോചിച്ചിട്ട് ഞാൻ മംഗലാപുരത്തെ ഞാനും എൻ്റെ അതൊരു കാര്യം പറഞ്ഞു. ഇതിൻ്റെ ഇടയിൽ എൻ്റെ ഫ്രണ്ടിനെ അപ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൻ പറക്കം ചെയ്തുകയാണെങ്കിൽ അവൻ എനിക്കൊന്ന് 16th 17th ഫ്ലൈ ചെയ്ത്. അങ്ങനെ അവനെ സീ ഓഫ് ചെയ്ത് നമ്മൾ പാർട്ടി കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ എത്തി. ഒരു ദിവസം കഴിഞ്ഞിട്ട് ഈ സംഭവം സംഭവിക്കുന്നത് 17. അങ്ങനെ മാംഗ്ലൂർ ഫസ്റ്റ് ടാസ്ക് പറഞ്ഞാൽ മാംഗ്ലൂർ പോയിട്ട് സംഭവം എടുക്കണം, എന്നിട്ടേ ഫ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. എൻ്റെ വായത്തിന് എൻ്റെ സിസ്റ്റർ അപ്പോൾ മാംഗ്ലൂർ പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവള് ഈ സംഭവം 17 രാവിലെ അവിടെ എത്തിയിട്ടേ ഉള്ളൂ. 17 രാവിലെ പുലർച്ചയ്ക്ക് അവള് മാംഗ്ലൂരേക്ക് കയറി. അവളവിടെ എത്തിയപ്പോഴത്തേക്ക് ഞാൻ വിളിച്ചു പറഞ്ഞു, മോളെ ഒരു കാര്യം ചെയ്യാം, ബിസിയും സംഭവം ഉണ്ട്, ഞാൻ പറഞ്ഞ സ്ഥലത്ത് പോയി കളക്ട് ചെയ്യും, എന്നിട്ട് അടുത്ത വണ്ടിക്ക് തന്നെ റിട്ടേൺ വന്നു. അല്ലാണ്ട് എനിക്ക് അവിടെ പോയി വരാനുള്ള ഒരു ടൈമില്ല. കാരണം 19th അവിടെ ജോയിൻ ചെയ്യണം. അത് ഒരു എക്സ്റ്റൻഷൻ ഇല്ല എന്ന് കോളേജ് ഇമെയിൽ ചെയ്തപ്പോൾ അവർ പറയുകയും ചെയ്തു. അപ്പോൾ പിന്നെ പോയേ പറ്റും. പിന്നെ നമ്മളെ വീടിൻ്റെ അടുത്ത് പറഞ്ഞാൽ നമ്മൾ നെയ്ബർ തന്നെ ആയിട്ട് ടീച്ചർ പറഞ്ഞിട്ട് ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ ആൾക്ക് ഇതേമാതിരി ട്രാവൽ ഏജൻസിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത് പറഞ്ഞു ടിക്കറ്റ് സെറ്റാക്കണം പോകാനുള്ള. ഇങ്ങനെ ജഗവകയിൽ കിട്ടിയൊരു വിസയാണ്, അതിനോണ്ട് എനിക്കിത് ചെയ്യേണ്ട അറിയില്ല. കാരണം അപ്പം ആള് എന്തോ ഒരു ഗ്രൂപ്പ് ടിക്കറ്റൊക്കെ സെറ്റ് ചെയ്ത് തന്ന്
ശരിക്കും പറഞ്ഞാൽ ലാസ്റ്റ് മിനിറ്റ് ടിക്കറ്റിനൊക്കെ ഡബിൾ പ്രൈസ് അല്ലെങ്കിൽ മോർ ദാൻ ഡബിൾ പ്രൈസ് കൊടുക്കണം. അപ്പം അന്നത്തെ റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ അന്നത്തെ ചിലപ്പം ഒരു 1.20, 1.30, 1.35 വ്യത്യാസം എനിക്കറിയില്ല, എന്നാലും ഏകദേശം ആ റേറ്റ് വരെയുന്ന ടിക്കറ്റിന്. പക്ഷേ ഈ എന്തോ ഒരു ഗ്രൂപ്പ് ടിക്കറ്റിൽ ഏതോ ടിക്കറ്റ് ക്യാൻസൽ ആയതിൽ ലാസ്റ്റ് ടിക്കറ്റ് എങ്ങാനും ഉള്ളത് എനിക്ക് എത്രയോ 68 എങ്ങാനും കിട്ടി. ദൈവാധീനം കൊണ്ട് കിട്ടി, അല്ലാണ്ട് അങ്ങനെ ആ റേറ്റിലൊന്നും ടിക്കറ്റ് കിട്ടില്ല. എന്തേ ഒരു ടിക്കറ്റോ എന്തേ ഒരു ക്ലാസ്സോ എങ്ങനെ എന്തെങ്കിലും കിട്ടി അവിടെ എത്തിയാന്നുള്ള രീതി. ഇത് ഞാൻ കുക്കു അതാണ് ആളെ പേര്, വീട്ടിൽ വിളിക്കുന്നതാണ്, ശരിക്കുള്ള പേര് തീർത്താൻ. അങ്ങനെ ആളെ വിളിച്ചു പറഞ്ഞപ്പോൾ ആള് ഷോക്കേ. ആള് വിസ വന്നോ ഇത്ര പെട്ടെന്ന്, മറ്റന്നാളല്ലേ ക്ലാസ് തുടങ്ങുന്നുള്ള രീതി. അങ്ങനെ പോകുന്നതിന് മുന്നേ അറ്റ്ലീസ്റ്റ് ഒരു ടൈം ആളെ കാണണം. ആള് അന്ന് എൻ്റെ വീടിൻ്റെ അടുത്തായിരുന്നു കേട്ടോ താമസം. സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്തപ്പോൾ ആൾക്ക് മനസ്സിലായി, ഓക്കെ ഇത് വെറുതെ പറയുന്നതല്ല, സംഭവം ഉള്ളതാണ്. അപ്പോൾ ആള് സന്തോഷിക്കണോ സങ്കടപ്പെടണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു എനിക്ക് തോന്നുന്നത്. കാരണം ആ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ അധികം ഷോപ്പിംഗ് ഒന്നും ഞാൻ ചെയ്തില്ലായിരുന്നു. കാരണം ഇതിപ്പോൾ വിസ വരുന്നുള്ളൊരു ഗ്യാരണ്ടി ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ പെട്ടി മാത്രം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ അച്ഛനും കൂടി പോയിട്ട്, അച്ഛൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഷോപ്പ് ഉണ്ടായിരുന്നു ഇവിടെ RP മോൾ, കോഴിക്കോട് RP മോളിൻ്റെ അടുത്ത്, RP മോളിൻ്റെ ഉള്ളിൽ. അങ്ങനെ അവിടെ പോയിട്ട് ഒരു അമേരിക്കൻ ടൂറിസ്റ്റിൻ്റെ പെട്ടിയൊക്കെ വാങ്ങി, ഒരു നീലപ്പെട്ടി വലുതൊന്ന് വാങ്ങി. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഓൾറെഡി കുറച്ച് ഷർട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഷർട്ട് ഇതിനെ വിചാരിച്ച് ഓൾറെഡി എടുത്താലും പ്രശ്നമില്ലല്ലോ, ഇനിയിപ്പോൾ പോകാൻ പറ്റിയില്ലെങ്കിലും നാട്ടിലിടാമല്ലോ. ഈ വലിയൊരു പെട്ടി ഞാൻ ഇപ്പം പോകുന്നില്ല, ഇപ്പോൾ വീട്ടിൽ വാങ്ങി വെച്ച് എന്ത് ചെയ്യാനാ. പിന്നെ പ്രത്യേകിച്ച് ആ പെട്ടി നോക്കുമ്പോൾ ഒക്കെ പോകാൻ പറ്റിയില്ല എന്നുള്ളൊരു കുറ്റബോധം വരും എന്നുള്ള രീതിയിലായതുകൊണ്ട് പെട്ടി ലാസ്റ്റ് എടുക്കാന്നുള്ളൊരു ഐഡിയ എന്തായാലും വളരെ നന്നായി എനിക്ക് തോന്നി. കാരണം ആവശ്യം വരികയാണ് വാങ്ങിയത്. അങ്ങനെ പെട്ടിയൊക്കെ ആയിട്ട് പിറ്റേ ദിവസം ബാംഗ്ലൂരിൽ നിന്നായിരുന്നു ഫ്ലൈറ്റ്. അപ്പം നമ്മൾ രാവിലെ തന്നെ പുറപ്പെടണം. അപ്പം അന്ന് ഞാനും അച്ഛൻ്റെ ചെറിയച്ഛൻ്റെ മകനും അനുമകൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 3 ആൾ പോകാനുള്ള പുലച്ചയ്ക്ക് തന്നെ പോകാനുള്ള ഒരു പ്ലാനിലായിരുന്നു. പുലച്ചാണുള്ളത് പിന്നെ ഒരു 10 മണി എന്നുള്ള രീതിയിലായി. കാരണം രാത്രി 9:30 അങ്ങനെ എന്തോ ആണ് ഫ്ലൈറ്റ്. എൻ്റെ കറക്റ്റ് ടൈം ഓർമ്മയില്ല, ഏകദേശം ആ ടൈമിലാണ് ഫ്ലൈറ്റ്. ബാംഗ്ലൂരേക്ക് ഒരു 5-7 മണിക്കൂർ മാക്സിമം മതിയല്ലോ, ട്രാഫിക് ഒന്നും ഇല്ലേ, അതൊക്കെ സുഖമായിട്ടാണ്. അങ്ങനെ ഞങ്ങൾ വണ്ടി എടുത്ത് വിടുകയാണ്. സോറി, മുന്നൊരു സംഭവം ഉണ്ടായി. ഇങ്ങനെ രാവിലെ വണ്ടി പോകുന്നതിൻ്റെ മുന്നേ എൻ്റെ മിസ്സിങ് ആയി. എന്നെ കാണാനല്ലേ രാവിലെ തന്നെ. ഞാൻ ഒരു 8-8:30 ഞാൻ എവിടെ പോയി, 10 മണിക്ക് ഇറങ്ങാൻ നിൽക്കുന്ന ടീമാണ്. ഞാൻ പിന്നെ പോകുന്നതിന് നോക്കുന്ന രീതിയിൽ അവിടെ വെയിറ്റ് ചെയ്യാൻ പോയിരുന്നു. ഞാൻ വീട്ടിൽ പറയാൻ പറ്റില്ല ആ ടൈമിൽ. അങ്ങനെ ഫ്രണ്ട്സ് എടുത്ത് പോകാമെന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് പോയി. അങ്ങനെ പോയി വെയിറ്റ് ചെയ്ത് ആളെ കണ്ട് വൈബൊക്കെ പറഞ്ഞ്. കാരണം ഇനി എപ്പോൾ തിരിച്ചു വരാറില്ല. പോയിട്ട് 1 ഇയറിൽ വരണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഗ്യാരണ്ടി ഒന്നുമില്ല, അവിടെ പോയല്ലേ അവിടുത്തെ സിറ്റുവേഷൻ അറിയുള്ളൂ. പോരാത്തതിന് സ്റ്റഡി പോയല്ലേ, അവിടെ നിന്ന് കൊണ്ട് വരികയാണെങ്കിൽ അത്യാവശ്യം ഫ്ലൈറ്റ് ചാർജൊക്കെ നല്ല ഉണ്ട് താനും. അങ്ങനെ അവിടെ പോയി ഒടുവിൽ ബാംഗ്ലൂർ നമ്മൾ കുറേ ട്രാഫിക്കിൻ്റെ ഇടയിൽ കുടുങ്ങി. ബാംഗ്ലൂർ എത്തിയിട്ട് ആണ് മെയിൻ ട്രാഫിക് കിട്ടിയത്. അതുവരെ അത്യാവശ്യം സ്മൂത്തായിട്ടായിരുന്നു പോകുന്നത്. ബാംഗ്ലൂർ എത്തി നല്ല ട്രാഫിക്കായി. അത് ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടാണ് പോയത്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഗൂഗിൾ മാപ്പ് ഇട്ട് പോകുന്നത് വണ്ടിയിൽ. അന്ന് കോമഡി പറഞ്ഞാൽ, കാരണം മാപ്പ് ഉപയോഗിച്ച് അധികം പ്രാക്ടീസ് ഇല്ലാത്തവർക്ക് മനസ്സിലാവും. പെട്ടെന്ന് എനിക്ക് ബാംഗ്ലൂർ കുറേ റോഡുണ്ട്. ഇപ്പോൾ ഒരു ബ്രിഡ്ജ് ഉണ്ടാവും, അതിൻ്റെ ഇടയിൽ കൂടി 2 റോഡ് ഇങ്ങനെ ലെഫ്റ്റ് റൈറ്റ് പോകുന്നുണ്ടാവും. ആ റൈറ്റിൽ വേറെ റോഡുണ്ടാവും. പെട്ടെന്ന് ടേക്ക് ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ഈ ലെഫ്റ്റ് എടുക്കണോ എക്സ്ട്രീം ലെഫ്റ്റ് എടുക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. പിന്നെ പഠിച്ചോനെ കാത്തോളി എന്ന് പറഞ്ഞിട്ട് ഒരു പൊക്കാൻ പോയി. അങ്ങനെ എങ്ങനെയൊക്കെ കഴിഞ്ഞ് അവസാനം കുറേ ബ്ലോക്കിലൊക്കെ കൂടി ബാംഗ്ലൂർ എയർപോർട്ട് എത്തി. ഞാൻ അച്ഛനും അനുമാനം എല്ലാം കൂടിയൊക്കെ ഓർമ്മയുള്ളത്. ഞങ്ങളൊരു സെൽഫിയൊക്കെ എടുത്ത് അച്ഛൻ ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറഞ്ഞ് ആശീർവദിച്ച് മകനെ കാനഡയ്ക്ക് വിടുകയാണ്. അത് കാനഡയ്ക്ക് വിടുന്ന ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു എനിക്ക്. ആ ടൈമിൽ ദിലീപിൻ്റെ 2 countries ഒക്കെ ഇറങ്ങിയ ടൈമായിരുന്നു. അപ്പം അത് കണ്ടിട്ട് അതിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ട്, ദിസ് ടൈം ഫോർ കാനഡ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അതൊക്കെ ഇട്ട് ഞാൻ ഫുള്ളൊക്കെ ഇട്ട് ആ ഒരു വല്ലാത്ത ഫീലിംഗ് അത്. പ്രത്യേകിച്ച് ഫസ്റ്റ് ടൈം കാനഡയ്ക്കൊക്കെ പോകുന്നതല്ലേ. അങ്ങനെ
പഠിക്കണം എന്ന് ആലോചിക്കുമ്പോൾ മാത്രമേ കുറച്ച് തന്നെ ഉണ്ടാവുന്നു. അല്ലെങ്കിൽ കാനഡ പോകാൻ ഫുൾ എക്സൈറ്റ്മെന്റ് ആയിരുന്നു. അങ്ങനെ 18 തീയതി എന്നെ ഫ്ലൈറ്റ് കയറി. 18 തീയതി ഫ്ലൈറ്റ് കയറി സെയിം ഡേ തന്നെ അവിടെ എത്തും. കാരണം അവിടെ ടൈം ഡിഫറൻസ് കൊണ്ട് അവിടെ 18th ഫ്ലൈറ്റ് കയറി അവിടെ 18th ഈവനിങ് എത്തും. കാരണം ആ 10 hours 30 minutes ടൈം ഡിഫറൻസ് ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് ആ സെമസ്റ്റർ ജോയിൻ ചെയ്യാൻ പറ്റി. ശരിക്കും ആ ടൈം ഡിഫറൻസ് ഇല്ലേ തന്നെ ഞാൻ ഒരു ദിവസം ലേറ്റ് ആയിട്ട് എത്തുള്ളൂ. ഓൺ ദ ഡോട്ട് 18th ഈവനിങ് എത്തുന്നത്. പിറ്റേ ദിവസം രാവിലെ എനിക്ക് കോളേജ് ജോയിൻ ചെയ്യാം. ദൈവാധീനം കൊണ്ടാണ് ഒക്കെ സംഭവിച്ചത്. ഓരോ ഈശ്വരൻ പ്രാർത്ഥിച്ച് കൂടെ ഉള്ളതുകൊണ്ട്. ചിലപ്പോൾ അച്ഛനും അമ്മയൊക്കെ കുറേ അമ്പലത്തിൽ പോയി നേർച്ചയൊക്കെ നേർന്നുണ്ടാവും, എനിക്കറിയില്ല. അതുകൊണ്ടൊക്കെ എനിക്ക് ഇവിടെയെത്തി. അച്ഛൻ ക്ഷേത്രകാര്യത്തിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അവിടെ നമ്മളെ നാട്ടിൽ ഈസ്റ്റിൽ പിഷാരികാവുണ്ട്. കൊല്ലം പിഷാരികാവല്ല, ഈസ്റ്റിൽ ശ്രീ പിഷാരികാവ് ഭഗവതി ക്ഷേത്രമുണ്ട്. അപ്പം അച്ഛൻ അവിടെ ട്രഷററായിരുന്നു കുറച്ച് കാലം. പിന്നെ മെയിൻ ജോലി അച്ഛൻ്റെ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ആണ്. അപ്പോൾ അമ്മ LICയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അച്ഛൻ എന്നാലും സൈഡിൽ കൂടി അമ്പലത്തിലെ കാര്യത്തിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ ഒരു സൗഭാഗ്യമാകും ചിലപ്പോൾ എനിക്ക് ഈ വിഷയം കിട്ടിയതിൻ്റെ കാരണം തന്നെ. അല്ലാണ്ട് ഞാൻ പ്രാർത്ഥിച്ച് കിട്ടിയതൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ദൈവാധീനം കൊണ്ട് എല്ലാം ശരിയായി. ഞാൻ ഫ്ലൈറ്റ് കയറി കാനഡയിലെത്തി. കാനഡയിലെത്തുന്നതിന് പിന്നെ ഭയങ്കര ആലോചനയാവല്ലോ. നമ്മൾ പെട്ടെന്നൊരു പുതിയ കൺട്രിയിൽ പോകുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആവുമല്ലോ. നമ്മൾ ഫിലിമിലൊക്കെ കാണുമ്പോഴല്ലേ കാനഡ. എനിക്കൊന്ന് ഫിലിമിൽ ആ 2 countries മാത്രമേ കണ്ടുള്ളൂ. അതിൻ്റെ പിന്നെ കാനഡ എന്നുള്ള സംഭവം വല്ലപ്പോഴും കേൾക്കുക എന്നല്ലാണ്ട് ഞാൻ പ്രത്യേകിച്ചൊരു ഇൻട്രസ്റ്റ് അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഞാൻ അവിടെ എത്തി, കുറേ പ്ലാനൊക്കെ നടന്ന്. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ പഠിക്കുന്നു, അതിൻ്റെ പാരലായി ജോലി ചെയ്യുന്നു. നമ്മുടെ നാട്ടിൽ വലിയ ഡയലോഗ് അടിച്ച് പോകുന്നതാണ്. പക്ഷെ അവിടെ എത്തി റിയാലിറ്റി ആയപ്പോൾ എനിക്ക് മനസ്സിലായത് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ ഇനീഷ്യലി 2-3 months എന്തായാലും നമ്മൾ ആ ഒരു ഡിഫറൻസ് കാരണം പെട്ടെന്ന് നമ്മൾ അങ്ങനെ ഒരു ശീലമല്ലല്ലോ. പിന്നെ പഠിക്കുന്നതിൻ്റെ കൂടെ നമ്മൾ ജോലിക്കും പോകണം, പിന്നെ പിറ്റേ ദിവസം രാവിലെ കോളേജിലും പോകണം. അങ്ങനെ സ്റ്റുഡൻറ്റ് ലൈഫിലാകുമ്പോൾ നമ്മൾ ഒരു എല്ലാ ജോലിയും ചെയ്യേണ്ടി വരും. ആ ടൈമിൽ നമ്മൾ ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ഇറങ്ങാത്ത ഫീൽഡ് ഉണ്ടാവില്ല. എല്ലാം ഒരു എല്ലാ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അവസാനം പ്രൈമസ് എന്നൊരു കമ്പനിയിൽ അവിടെ ആണ് കുറച്ചൊരു അത്യാവശ്യം നല്ലൊരു പൊസിഷനിൽ കിട്ടി. ആ സ്റ്റുഡൻറ്റ് ടൈമിൽ തന്നെ അവിടെ വലിയ തിരക്കില്ലാണ്ട് ഇങ്ങനെ മൂവ്മെൻറ്റ് നടന്നുകൊണ്ടിരുന്നു. കോളേജ് പിന്നെ ജോലി ചെയ്യുന്നു കേട്ടോ. കോളേജ് അവിടെ പോയാൽ നമ്മൾ 3 days അങ്ങനെ ഉണ്ടായിരുന്നു. 3 days ഉണ്ടായിരുന്നു വീക്കിൽ, അതും ഹാഫ് ഡേ. അപ്പോൾ പിന്നെ ജോലി ഇല്ല, രാവിലെ പോകും, ഹാഫ് ഡേ ആകുമ്പോൾ ഇറങ്ങി വരും. നമ്മളെ സ്റ്റാർട്ടിങ് എത്തിയപ്പോൾ തന്നെ പ്രൊഫസർ, ഒരു ചൈനീസ് പ്രൊഫസർ ആയിരുന്നു, ഡേവിഡ് വാങ് എന്ന ആള്. ഹെവി സ്ട്രിക്റ്റാണ്. ഒരു മിനിറ്റ് ലേറ്റ് ആയാലും പുറത്താക്കുക, അങ്ങനത്തെ കുറച്ച് കലാപരിപാടിയൊക്കെ അയാളുണ്ട്. മലയാളികളാണെങ്കിൽ ലേറ്റ് ആയിട്ട് പോയിട്ടല്ലേ ശീലമുള്ളൂ. അങ്ങനെ ഫസ്റ്റ് ഒരാഴ്ച ഇങ്ങനെ ലേറ്റായി പോയി. പിന്നെ ക്ലാസ് കയറ്റില്ല എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ പോയി തുടങ്ങി. ഗെറ്റൗട്ട് അറ്റൻഡൻസ് വലിയൊരു പ്രശ്നമല്ല അവിടെ. എന്നാലും പക്ഷേ ഗെറ്റൗട്ട് അടിക്കുമ്പോൾ ഇയാൾ ആ ഒരു സ്വഭാവം ഈ ഒരു മാർക്ക് ഷീറ്റിലും കാണിക്കാൻ തുടങ്ങി. നമ്മളെ നാട്ടിൽ പിന്നെ അസൈൻമെൻ്റ് ഒക്കെ സബ്മിറ്റ് ചെയ്യുമ്പം ഗൂഗിളിൽ കോപ്പി പേസ്റ്റ് അടിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. നമ്മൾ ആ ഒരു ബേസിക്സ് ഫോളോ ചെയ്തിട്ട് കുറേ അവിടെ നിന്നൊക്കെ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊണ്ട് ഒരു അസൈൻമെൻ്റ് ആണ് സബ്മിറ്റ് ചെയ്തത്. ആ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്തപ്പം മാതേ തവണ പ്ലീസ് കം എന്ന് പറഞ്ഞിട്ട് ആൾ വിളിച്ച്, എന്താ സംഭവം എവിടെ ഈടേ സാർ നോക്കിയതാണ്, നെവർ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് മീ. ഹെവി ഡയലോഗ് അടിച്ച് ആരെയൊക്കെ അയാൾക്ക് നെറ്റ് പോയിട്ടുണ്ടോ ഒന്നും നമുക്ക് അറിയില്ലല്ലോ. ഞാൻ നല്ല ഡയലോഗ് അടിച്ച് അയാൾ പറഞ്ഞ പോലെ ഇത്ര പെർസെൻറ്റേജ് പ്ലാഗറിസാണ്. പ്ലാഗറിസം എന്ന് പറഞ്ഞാൽ ആ ഒരു കോപ്പി പേസ്റ്റ് ആ പരിപാടിക്ക് പറയുന്നത് അവിടെ. അത് പറഞ്ഞു ഇതിനൊക്കെ ഇവിടെ സോഫ്റ്റ്വെയർ ഉണ്ട്, നീ ഇപ്പം നെറ്റിൽ നിന്ന് എന്ത് കോപ്പി പേസ്റ്റ് ചെയ്താലും ഞങ്ങളത് പിടിക്കും. ഏത് സൈറ്റിൽ നിന്ന് എടുത്ത് ഏത് പാരഗ്രാഫാണ് ഞാൻ കാണിച്ചതെന്ന് വെച്ചാൽ സാർ ഇങ്ങനെ വെച്ചാൽ കാണിച്ചാൽ സാർ അബദ്ധം പറ്റി സാർ എന്നുള്ളൊരു രീതിയിൽ ഞാൻ പറഞ്ഞു, ഇനി അനുവദിക്കില്ല. അപ്പോൾ അയാൾ പറഞ്ഞു മോനെ നടക്കൂല, ഞാൻ 0 ഇടാൻ പോകുന്നതിന്. അതിന് 0 ഇട്ടാൽ ആ സബ്ജക്റ്റ് പൊട്ടി. അപ്പോൾ ശാഷ്ടാംഗം പറഞ്ഞു, സാർ ഇങ്ങനെ ഒരു അനുഭവം ഞങ്ങൾക്ക് നാട്ടിലില്ല, ഞങ്ങളുടെ സ്ഥിരം കോപ്പി പേസ്റ്റ് തന്നെയാണ് എല്ലാവരും. ഞാനിപ്പോൾ സ്കൂളിലായാലും എഞ്ചിനീയറിംഗ് ആയാലും ആക്കെ തന്നെ പഠിച്ചിട്ട് ഇങ്ങനെ തന്നെ എത്തിയുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു ഇങ്ങനെ പ്രാക്ടീസ് ഇല്ല, ഇനി മുതൽ നാളെ നല്ല കുട്ടിയായിക്കോളാം പറഞ്ഞിട്ട് ലാസ്റ്റ് ചൈനക്കാരുടെ കൈ ഞാൻ പിടിക്കേണ്ടി വന്നു. എന്നാലും സാരമില്ല, നമുക്ക്
പാസ്സാവണമെന്നുള്ള വരുന്നത്. കാരണം തോറ്റാൽ വീണ്ടും അതിൻ്റെ ഫീസൊക്കെ വേറെ എക്സ്ട്രാ കൊടുക്കണം, അതിന് എക്സ്ട്രാ കോഴ്സ് അറ്റൻഡ് ചെയ്യണം, വലിയ അലവന്. അതുകൊണ്ട് ആ പരിപാടി കണ്ടയച്ച് ഇതേമാതിരി ആളെ സ്കോപ്പിട്ട് ആ സ്കീമായി. പിന്നെ ആളെ വെറുപ്പിക്കേണ്ട അയച്ചിട്ട് ഞാൻ എഴുതാൻ തുടങ്ങിയിരുന്നു. കാരണം വെറുതെ വെറുപ്പിച്ച് അയാൾ തോപ്പിക്കുന്നൊക്കെ സീനിയേഴ്സ് പറഞ്ഞു കേട്ട് കുറച്ച് ഒരു ന്യൂസ് കിട്ടി. അപ്പോൾ പിന്നെ ഇവിടെ വന്നിട്ട് അസൈൻമെൻ്റ് ഒക്കെ ഒറ്റയ്ക്ക് എഴുതാൻ പഠിച്ചു. അതാണ് ഉണ്ടായുള്ള മുതലായ ഒരു ഗുണം. പിന്നെ ഇവിടെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരു 100% എക്സാം അല്ല, ഒരു 75% എല്ലാം അസൈൻമെൻറ്റ് ആയിരിക്കും മെയിൻലി. ഒക്കെ നമ്മൾ തന്നെ ഈ പ്ലാഗറിസം പരിപാടികളുണ്ട്, നമ്മൾ തന്നെ എഴുതണം. നമ്മൾ തന്നെ എഴുതി അതിന് മാർക്ക് കിട്ടും. പിന്നെ ബാക്കി 25% ആണ് ഈ ടെസ്റ്റ്. അതിൽ കുറച്ച് 10 to 20% ഒബ്ജക്റ്റീവ് ആയിരിക്കും, ബാക്കി ഡിസ്ക്രിപ്റ്റീവ് ആയിരിക്കും. നമുക്ക് പഠിക്കാൻ പറ്റിയ പ്രശ്നമില്ലല്ലോ, നമ്മളെങ്ങനെയെങ്കിലും അടിച്ചു പോകും. അപ്പോൾ അത് വലിയൊരു ചിലവില്ലായിരുന്നു. അസൈൻമെൻറ്റ് ചെയ്ത് നമ്മൾ പ്രോപ്പറായിട്ട് സബ്മിറ്റ് ചെയ്യണം, അങ്ങനെ കാര്യങ്ങളൊക്കെ. അങ്ങനെ കോളേജ് ലൈഫൊക്കെ അടിപൊളിയായിരുന്നു. സ്റ്റാർട്ടിങ്ങിൽ ഇയാളുള്ളൊരു ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സെക്കൻഡ് സെമസ്റ്ററിൽ വേറൊരു ആൾ വന്നു. നമുക്ക് നല്ലൊരാളായിരുന്നു, അത്യാവശ്യം വലിയ സീനില്ലാത്ത ആൾ വന്ന് ജോളിയായിരുന്നു. ഒരു പാകിസ്ഥാനി പ്രൊഫസറായിരുന്നു. പക്ഷെ ഉള്ള കാര്യം പറയാമല്ലോ, വളരെ നല്ല മനുഷ്യരായിരുന്നു കേട്ടോ. ഞാൻ അപ്പോഴാണ് നമ്മൾ ഇങ്ങനത്തെ അവരെ ആ രാജ്യമായിട്ട് നമ്മൾ വെറുതെ ഒരു ശത്രുത കണ്ടില്ല എന്നൊക്കെ തോന്നിയപ്പോൾ ആളൊരു സ്വഭാവം പെരുമാറ്റം കണ്ടപ്പോൾ ആൾ നമ്മളോട് നല്ല പെരുമാറ്റം. അയാൾക്ക് ഇതേമാതിരി അസൈൻമെൻ്റൊക്കെ സബ്മിറ്റ് ചെയ്ത് അയാൾ ഫുൾ അപ്രിസിയേഷൻ. അങ്ങനെ പ്രസൻറ്റേഷനൊക്കെ നമ്മൾ അത്യാവശ്യം നന്നായി ചെയ്താലോ അടിപൊളി എന്നുള്ള രീതിയിൽ നമ്മളെ നല്ല മോട്ടിവേറ്റ് ചെയ്തിട്ട്. കാരണം കുറേയൊക്കെ നമ്മൾ ആരെയും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാണ്ടേ നമുക്ക് വല്ലാത്തൊരു എനർജി വരുന്നുണ്ട്. ആൾ നല്ലൊരാളായിരുന്നു. ആ സമയത്ത് വളരെ സ്മൂത്തായി പോയി. പിന്നെ തേർഡ് സെം നമുക്ക് ജോൺ ട്രംപിൾ എന്ന് പറഞ്ഞിട്ട് ഒരു കനേഡിയൻ പ്രൊഫസറായിരുന്നു. പുള്ളിക്കാരി ചില്ലോ ചില്ല്, എല്ലാവർക്കും നല്ല ഉഷാറായിട്ട് മാർക്ക് ഇട്ടും ചെയ്യും. പക്ഷേ നല്ല രീതിയിൽ ഡീസൻ്റ് ആയിട്ട് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്താൽ മാത്രം മതി, ഒരു തലവേനയും ഇല്ല. പിന്നെ ക്ലാസ് ടൈമിന് വരണം, അങ്ങനത്തെ കലപരിപാടിയൊന്നുമില്ല. നമ്മൾ 8:30 ക്ലാസ്സിൽ എത്തുക. പൊതുവെ 1 മണിക്ക് വരെ ക്ലാസ് ഉള്ളൂ. നമ്മൾ ഏകദേശം എത്താൻ തന്നെ. പിന്നെ നമ്മൾ ഷിഫ്റ്റ് ടൈമിൽ സ്കാർബോയിൽ ഷിഫ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവിടുന്ന് വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അവിടെ എത്തുമ്പോൾ ലേറ്റാവും. അങ്ങനെ ഒരു 11 മണിക്കാകുമ്പോൾ എത്തുള്ളൂ. 11:30 ആകുമ്പോൾ എത്തും. പിന്നെ ഒന്നിരുന്ന് തിരികളിക്കുമ്പോൾ ഈ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടോ നമ്മളങ്ങോട്ട് പോരും. പക്ഷെ ആളൊന്നും പറയില്ല, ഫുൾ അറ്റൻഡൻസ് ഒക്കെ നല്ല ജോലിയായിരുന്നു. ഫോർത്ത് സെമസ്റ്റർ പിന്നെ കോപ്പ് എന്ന് പറഞ്ഞിട്ട് ഇൻറ്റേൺഷിപ്പാണ്. അങ്ങനെ ഇപ്പം പോകുമ്പോൾ കോളേജ് അങ്ങോട്ട് കോളേജ് കഴിഞ്ഞപ്പോൾ വീട്ടിൽ കല്യാണത്തിൻ്റെ ഡോക്സ് ഇങ്ങനെ വന്നു തുടങ്ങി. അപ്പോഴാണ് ഞാൻ അച്ഛമ്മേൻ്റെ അടുത്ത് കാര്യം പറയുന്നത്. അച്ഛമ്മേ, ഇതേമാതിരി ഒരാളുണ്ട്, നമുക്ക് നിങ്ങൾ അവിടെ പിന്നെ ആലോചിച്ച് ബുദ്ധിമുട്ടണ്ട, വേറെ ആരെയും ചേസ് ചെയ്തിട്ട് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, ഞാൻ ആളെ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പം അച്ഛമ്മേൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഡയറക്റ്റ് അച്ഛൻ്റെ അടുത്ത് പോയി പറഞ്ഞു, ആസ് യൂഷ്വൽ. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഈസി. അച്ഛൻ വിളിച്ച് വെച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അച്ഛൻ കറക്റ്റാണ്, വളരെ കറക്റ്റാണ് പറഞ്ഞായിരിക്കും. അച്ഛൻ പിന്നെ നമുക്ക് അത് നോക്കാം ആണോ ഇത്രയേ ഉള്ളൂ. ആ രീതിയിൽ ഞാനൊന്നും ഞെട്ടി പോയിക്കാൻ അടിച്ചൊരു ഒട്ടിത്തെറിയൊക്കെ പ്രതീക്ഷ ഇങ്ങനെ നിൽക്കുന്ന ടൈമിൽ എന്നാൽ പിന്നെ അങ്ങനെ ആക്കാം, ഞാൻ കുറിച്ച് സംസാരിക്കുക രീതിയിൽ സംസാരിച്ചു. എടുവട്ടി എൻ്റെ മനസ്സിൽ അലയണം, ഒരു സീനില്ലാണ്ട് ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ ഞാൻ ഫുൾ ഹാപ്പി, വീട്ടിലെല്ലാവരും ഹാപ്പി. എൻ്റെ അടുത്ത് വിളിച്ചിരുന്നു, അതേമാതിരി അച്ഛൻ വിളിക്കാൻ പോകുക. അപ്പോൾ ഹാർട്ട് ബീറ്റ് കുക്കുവിൻ്റെ അച്ഛനെ എൻ്റെ അച്ഛൻ വിളിക്കുമ്പോൾ ഞാൻ ഓൾറെഡി കോളുണ്ട് അനിയത്തിൻ്റെ ആയിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ അവർ പറയുന്നതൊക്കെ ഞാൻ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അച്ഛൻ്റെ റിപ്ലൈ എനിക്ക് കേൾക്കാമല്ലോ. അപ്പോൾ ഏകദേശം ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത് ഇത് പറഞ്ഞിട്ടായിരിക്കും അച്ഛന് റിപ്ലൈ കൊടുത്തതെന്നുള്ള രീതിയിൽ. അങ്ങനെ കുക്കുവിൻ്റെ അച്ഛൻ പോലും ഇങ്ങനെ സംഭവം എനിക്കറിയില്ല. എന്തായാലും ഞാൻ എന്തായാലും മോളത്ത് ചോദിച്ചു നോക്കട്ടെ. ഇന്ന് ഒരു രസകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുക്കു ഓൾറെഡി വാട്സാപ്പിൽ ഡീറ്റെയിൽസ് കുക്കുവിൻ്റെ അച്ഛനെ അയച്ചു കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഫോട്ടോ ഫുൾ ഡീറ്റെയിൽസൊക്കെ ആയിട്ട് എന്ത് കോഴ്സാണ് പഠിച്ചത് അങ്ങനെയൊക്കെ വളരെ കോമഡിയസ്. ഞാനിപ്പോൾ കളിയായിട്ടുണ്ടാവും പറഞ്ഞിട്ട് നമ്മൾ അയച്ചെടുത്തൊരു 1.5 മാസം പിന്നെ അയച്ചു കൊടുത്താൽ അച്ഛൻ പക്ഷേ ശ്രദ്ധിച്ചിട്ടില്ല. പുള്ളി അങ്ങനെ വാട്സാപ്പ് ഹെവി ആയിട്ട് ചെക്ക് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ പുള്ളി അയച്ച മെസ്സേജ് കിട്ടിയിട്ടില്ല. കിട്ടിയിട്ട് പക്ഷേ ഓർമ്മയില്ല. പിന്നെ ഞാൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ ഓർമ്മ വെക്കുന്നത്. അങ്ങനെ ചോദിച്ചപ്പോൾ ബുക്ക് സ്ട്രോങ് ആയി നിട്ടാ ബുക്ക് എന്നുള്ള രീതിയിൽ. അപ്പോൾ ബുക്കിൻ്റെ അച്ഛൻ തിരിച്ചു വിളിച്ചു. പിന്നെ തിരിച്ച് എൻ്റെ അച്ഛനെ വിളിച്ച് പറഞ്ഞ് ജാതം നോക്കാൻ എന്തായാലും
അപ്പം വെള്ളം നോക്കാൻ വേണ്ടി ഫസ്റ്റ് ബൈക്കിലെടുത്ത് പോയപ്പോൾ അയാൾ കുറച്ച് കൗണ്ടർ പറഞ്ഞു. ഇങ്ങനെ ഒരു 2.5 മാസം ഇങ്ങനെ ഫ്രീസ് ആയി നിൽക്കുകയായിരുന്നു. പിന്നെ കുക്കുൻ്റെ അമ്മ നൈസായിട്ട് നിലവിട്ട് കുക്കുൻ്റെ അച്ഛൻ എടുത്ത് വന്നു. ഒന്നും കൂടി നോക്കി നോക്കാം, ഒരാളെ ഒപ്പീനിയൻ എടുക്കുക എന്നുള്ള രീതിയിൽ വേറൊരു പണിക്കെടുത്ത് പോയിട്ട് അയാൾ വലിയൊരു നെഗറ്റീവ് അടിക്കാണ്ട് ഭയങ്കര മെച്ചമുള്ളൊരു ജാതകമല്ല, നന്നായിട്ട് ഒട്ടും മോശം പറയാനുമില്ല, നടത്തുമ്പോൾ തെറ്റൊന്നുമില്ല എൻ്റെ രീതി പറഞ്ഞു. അപ്പോൾ പിന്നെ കുക്കുൻ്റെ അച്ഛൻ എന്തായാലും പിന്നെ മോളാഗ്രഹം നടത്തി ഇതുപോലുള്ള സ്കീമിൽ ഞാൻ എൻ്റെ മനസ്സിൽ വീണ്ടും ഇട്ടുപറ്റി. ഇങ്ങനെ ഞാൻ എൻഗേജ്മെൻറ്റായിട്ട് നല്ല സുന്ദരപ്പെട്ടമായിട്ട് നാട്ടിലേക്ക് വരികയാണ്. ഫുൾ ഫ്രണ്ട്സൊക്കെ നാട്ടിലുള്ളതുകൊണ്ട് ഫുൾ നമ്മൾ ഡാൻസൊക്കെ പ്ലാൻ ചെയ്ത് എൻഗേജ്മെൻറ്റ് നമ്മൾ അടിച്ച് പൊളിച്ച് സംഘാലയ ക്രാഷ് വില്ലേജ് നേരുന്നു. അവിടെ അടിച്ച് പൊളിച്ച് നമ്മൾ ആ സൂര്യൻ്റെ സൊടക്ക് മേലെ സൊടക്ക് എന്ന് പറഞ്ഞ പാട്ടൊക്കെ നമ്മൾ ഹെവി ഡാൻസൊക്കെ ചെയ്തു. നല്ല നല്ല രസമായിരുന്നു ടൈം. അതും ആ സർഗാലയ ഓഡിറ്റോറിയത്തിൻ്റെ ചുറ്റും ഇങ്ങനെ നല്ല ഒരു റിവർ സൈഡാണ്. അങ്ങനെ നല്ല ഒരു എന്താ പറയുക, വളരെ പ്രകൃതി രമണീയമായ ഒരു കാഴ്ച എന്നൊക്കെ പറയില്ലേ, അതാണ് തോന്നുന്നത്. അങ്ങനെ അവിടെ ഒരു ഫോട്ടോഷൂട്ടൊക്കെ നമ്മൾ നടത്തി ജോളിയായിട്ട് ഞാൻ തിരിച്ചിങ്ങോട്ട് വന്ന് PR അപ്ലൈ ചെയ്യാനുള്ളൊരു പരിപാടിയിൽ അതിൻ്റെ മുന്നേ 1 year കനേഡിയൻ എക്സ്പീരിയൻസ് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടി പുതിയൊരു ജോബ് എടുത്ത് ഓൾറെഡി വർക്ക് ചെയ്ത കമ്പനിയിൽ നിന്ന് മാറിയിട്ട് പുതിയൊരു ജോബ് എടുത്ത് നമ്മളെ ഫ്രണ്ട് ഉണ്ടായിരുന്നു ഇവിടെ ഐശ്വര്യ പറഞ്ഞിട്ട്. അപ്പം അവരുടെ ഹസ്ബൻഡ് ഉണ്ട് അർജുൻ, അവരുടെ ഫ്രണ്ട് അരുൾ എന്ന് പറഞ്ഞിട്ട് നമ്മളെ മാനേജർ. അപ്പോൾ ആളെ കമ്പനിയിൽ വേക്കൻസി ഉണ്ട് പറഞ്ഞിട്ട് ലോജിസ്റ്റിക്സ് കമ്പനിയാണ്. അങ്ങനെ ഞാനും ഫ്രഷോപ്പ് ഉണ്ടായിരുന്നു, എൻ്റെ ഫ്രണ്ട് ചെയ്യാൻ വന്നില്ലായിരുന്നു, ഞാനും വർഷം കൂടി ഒരുമിച്ച് ജോയിൻ ചെയ്ത പ്രോജക്റ്റിൽ. അങ്ങനെ ഞങ്ങൾ 1 വർഷം സ്മൂത്തായിട്ട് പോയി. ഇപ്പോൾ 2ാമത്തെ വർഷം ഓട്ടോമാനിൽ അങ്ങനെ കാര്യങ്ങളൊക്കെ സ്മൂത്തായി പോയി. അങ്ങനെ ഈ ലാസ്റ്റ് ഇയർ ഞാൻ കല്യാണത്തിന് പോയി. അതിൻ്റെ പിന്നെ വിസ ഫോർമാലിറ്റീസ് ഒക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് ഇയർ ഫംഗ്ഷന് പോയി, ഫംഗ്ഷൻ നടത്തി നല്ല അടിച്ച് പൊളിച്ച് ഞാൻ നാട്ടിലെത്തി. ഓൾമോസ്റ്റ് എനിക്ക് 3 weeks വെക്കേഷൻ ഉണ്ടായി. അതുകൊണ്ട് തന്നെ അല്ല പെട്ടെന്ന് ഡ്രസ്സൊക്കെ അവിടെ പോയി എനിക്ക് എടുക്കണമായിരുന്നു. ബാക്കി അവരെ വീട്ടിലെല്ലാവരും എടുത്ത് കുക്കിൻ്റെ ഡ്രസ്സ് കൊടുത്തു. പക്ഷേ എൻ്റെ ഡ്രസ്സ് ഞാൻ പോയിട്ട് എടുക്കാനുള്ള രീതിയിൽ പോയി. ഞാൻ ഒരു ദിവസം പോയി റിസപ്ഷനിലെ ഡ്രസ്സ് കല്യാണത്തിൻ്റെ ഡ്രസ്സ് ഓൾറെഡി സ്റ്റിച്ച് അവിടെ പോയിട്ട് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ അന്നൊരു നടക്കാവിൽ തേർഡ് ഗേറ്റ് എടുത്ത് അവിടെ മാന്യവാർ ഷോറൂം ഫസ്റ്റ് പോയി. അവിടെ പോയപ്പോൾ സാധാ ഒരു ഹിന്ദിക്കാര സ്റ്റൈലിലൊരു സെലക്ഷനാണ്. ഓൾറെഡി എൻഗേജ്മെൻറ്റിന് ആ സംഭവം ഇറക്കി കഴിഞ്ഞു. ഞാൻ എല്ലാത്തിനും ഒരേ സ്റ്റൈലിട്ടാൽ പിന്നെ എന്താ ഒരു വ്യത്യാസം. അങ്ങനെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഷോപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഷോപ്പിന് കറക്റ്റ് പേര് പറഞ്ഞില്ല, പക്ഷെ അവർ പറഞ്ഞ് മെൻസ് വേൾഡ് അങ്ങനെ എന്തോ സംഭവമാണ്. അവർ പറഞ്ഞ് അവിടെ പോയി നോക്കിയപ്പോൾ ഇങ്ങനെ ഫിറ്റ് ആവുന്നൊന്നുമില്ല. ആ ടൈമിൽ ഉള്ളതൊക്കെ ഒന്നെങ്കിൽ ഭയങ്കര ടൈറ്റ് അല്ലെങ്കിൽ ഭയങ്കര ലൂസ്. അവർ പറഞ്ഞ് തയ്പ്പിച്ച് തരാം. ഇത് കല്യാണം നടക്കുന്നത് 29-ാം തീയതി. അതിൻ്റെ ഒരു 5 ദിവസം മുന്നെയാണ് ഞാൻ അവിടെ പോയത്. ഞാൻ പോയി റെഡിമെയ്ഡ് എടുത്ത് വരാനുള്ള രീതിയിലാണ് ഞാൻ പോയത്. അവിടെ പോയപ്പോൾ ഇവരെ തയ്ച്ച് തരാം. ചേട്ടാ 29-ാം തീയതി കല്യാണം, 5 ദിവസമേ ഉള്ളൂ, നിങ്ങൾ തയ്ച്ച് തരാൻ വേണ്ടി ഞാൻ എന്ത് വിശ്വാസത്തിലാണ് പോകാറുണ്ട്. അത് ഓരോ പറഞ്ഞ് മോനെ ഞങ്ങളേറ്റ് ഈ ധൈര്യമായി പോകും. ഞാൻ ആദ്യം സമ്മതിച്ചില്ല, കാരണം എനിക്കൊരു ടെൻഷൻ ചെയ്ത്. കാരണം ഇത് കിട്ടിയില്ലെങ്കിൽ ഹൽദീൻ്റെ ഡ്രസ്സും എല്ലാം ഒക്കെ തയ്ക്കാൻ കൊടുക്കണം. ഹൽദീൻ്റെ ഡ്രസ്സ് പിന്നെ അവിടുന്ന് ഹൽദീൻ ഡ്രസ്സ് റെഡിമെയ്ഡ് കിട്ടി. ശരിയാ, ഹൽദീൻ ഡ്രസ്സ് റെഡിമെയ്ഡ് കിട്ടി. അപ്പം എനിക്ക് പകുതി സമാനമുണ്ട്. ഒരു ഫംഗ്ഷനുള്ളതായി, പക്ഷെ കല്യാണത്തിനുള്ള കുർത്ത തയ്ക്കാൻ കൊടുത്തു. കൂട്ടത്തിന് അച്ഛനും അവിടെ നിന്ന് തന്നെ എടുത്ത്. അച്ഛന് ഹൽദിക്കുള്ള കുർത്ത അത് 3 ദിവസം ഉള്ളൂ. ഹൽദി പറയുമ്പോൾ കല്യാണത്തിന് 2 ദിവസം മുന്നേ വെച്ച്. അപ്പോൾ അത്ര 3 ദിവസം അച്ഛൻ്റെ ഡ്രസ്സ് കിട്ടണം. 5-ാം ദിവസം കെട്ടിയല്ല, 5-ാം ദിവസം രാവിലെ കല്യാണം. അപ്പോൾ 4 ദിവസത്തിൽ മറ്റേ ഡ്രസ്സ് കിട്ടണം. അങ്ങനെ 3-ാം ദിവസമായിട്ട് വായത്തിന് ഒരു അച്ഛൻ ഡ്രസ്സ് തന്നു. അച്ഛൻ നല്ല കത്തിയായിരുന്നു, അച്ഛൻ്റെ വെള്ളിയായി. പക്ഷെ അന്ന് എൻ്റെ ഡ്രസ്സ് കിട്ടിയില്ലായിരുന്നു. അങ്ങനെ ഞാനൊരു ഫ്രണ്ടും കൂടി പോയിട്ട് ഒക്കെ കല്യാണത്തിൻ്റെ അല്ലെങ്കിൽ ഹൽദീൻ്റെ അന്ന് രാവിലെയൊക്കെയാണ് ഡ്രസ്സ് എടുക്കാൻ പോകുന്നത്, കല്യാണത്തിൻ്റെ ഡ്രസ്സ്. അപ്പോൾ പൊതുവെ അവിടുന്ന് വീട്ടിൽ നിന്ന് എല്ലാവരും പറയുന്നുണ്ട്, കാരണം കല്യാണ ചെറുക്കനെ നമ്മളോട് ഓടിക്കളിക്കുക. കാരണം നമ്മുടെ നാട്ടിൽ കല്യാണം ആകുമ്പോൾ കല്യാണ ചെറുക്കന് കല്യാണം കൊണ്ട് വീട്ടിൽ തന്നെ ഇരിക്കണം എന്നുള്ളൊരു പഴമക്കാർ പറയാറുണ്ടല്ലോ. ഞാനാണ് ഉള്ള ഓട്ടേക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ ഞാൻ എല്ലാത്തിനും കൊടുക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. ബാക്കിയെല്ലാം എല്ലാവരും ഓടാണ്ടിട്ടോ. അങ്ങനെ ഞാൻ ചെയ്യുന്നതല്ല, പക്ഷേ എനിക്കങ്ങനെ വീട്ടിലിരുന്ന് ബോറടിക്കാൻ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും ഞാൻ പോകും. ഈ കിട്ടിയ ആൻസറിന് ഞാൻ വിടും. കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യിപ്പിക്കുക. അല്ലാണ്ട്
ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുന്ന കാര്യത്തിനാണ് ഞാൻ തന്നെ ഇറങ്ങും. ഞാനും എൻ്റെ ഫ്രണ്ടുണ്ട്, ബെസ്റ്റ് ഫ്രണ്ട് അഭിനവ്. അപ്പോൾ ഞാനും അവനും കൂടി അവൻ്റെ കാലത്ത് ഇറങ്ങി. അവിടെ പോയി ഡ്രസ്സൊക്കെ കിട്ടി, ഹൽദി അടിച്ച് പൊളിച്ച്. ഹൽദീൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഫുൾ പ്രാക്ടീസ് ചെയ്ത ഡാൻസൊക്കെ ഹൽദീൻ്റെ തലേന്നായിരുന്നു നമ്മൾ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതേ ഡാൻസ് റിസപ്ഷൻ കളിച്ചു, പക്ഷേ വേറെ കോസ്റ്റ്യൂമിൽ കളിച്ചതെന്നുള്ളൂ. പക്ഷേ സ്റ്റെപ്പൊക്കെ ഒന്നും തന്നെ ഉണ്ടാക്കി. അങ്ങനെ ആഘോഷത്തിൽ നമ്മൾ അടിച്ച് പൊളിച്ച്. ആ ഒരു കൊറോണ കാലം വരുന്നതിൻ്റെ തൊട്ട് മുന്നേ ഉള്ളൊരു കല്യാണം ആയതുകൊണ്ട് നല്ല ജോളി ആയിരുന്നു. അതിന് മാർച്ചിലാണല്ലോ എല്ലാം ലോക്ക്ഡൗൺ ഒക്കെ സംഭവിച്ചത്. അതുവരെ ഡിസംബർ വരെ നല്ല ജോളിയായിരുന്നു. പണ്ട് നമ്മളെ ശുദ്ധമായി ശ്വസിച്ചുള്ള ഈ മാസ്ക് ഒന്നും ഇല്ലാത്തൊരു ജീവിതമായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഡയറക്റ്റ് കല്യാണം കഴിഞ്ഞ് പിന്നെ ഒരാഴ്ച ഉണ്ടായിരുന്നുള്ളൂ. ലീവ് ഇല്ലാത്തതുകൊണ്ട് ടോട്ടൽ 3 weeks ലീവ് ഉള്ളൂ. നമ്മളൊരു വയനാട് ഒരു ട്രിപ്പ് പോയി, 1 day ട്രിപ്പ് ആയിരുന്നു. ടൈമില്ലാത്തതുകൊണ്ട് അതിന് അവിടെ നേരെ കുക്കുൻ്റെ വീട്ടിൽ പോയി 2 ദിവസം അവിടെ സ്റ്റേ ചെയ്ത് നേരെ വീട്ടിൽ തിരിച്ചു വന്നു. പിന്നെ നമ്മളെ റിലേറ്റീവ്സിൻ്റെ അവിടേക്ക് പോയി. അവിടെ കുക്കുൻ്റെ വീട് കല്ലാച്ചി. അപ്പോൾ അവിടെ പോയപ്പോൾ അവിടുത്തെ റിലേറ്റീവ്സ് എല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ കാലിക്കറ്റിലുള്ള കുക്കുൻ്റെ കുറച്ച് റിലേറ്റീവ്സ് ഉണ്ട്, അവിടെയും പോയി. പിന്നെ എൻ്റെ റിലേറ്റീവ്സ് എല്ലാവരും കാലിക്കറ്റാണ്. നമ്മളെ കോഴിക്കോട് നമ്മൾ മൊത്തം അങ്ങോട്ട് ഇറങ്ങി. ചേവാരി ആണ് അച്ഛൻ്റെ വീട്. നമ്മുടെ പൂങ്കുളം ഭയങ്കര ഫേമസ് അല്ല, അപ്പോൾ അവരെ തറവാട്ടിലൊക്കെ അവിടെ നമ്മൾ പോയി. എല്ലാവരും കണ്ടു, നല്ല ബൈ ബൈ പറഞ്ഞു പോകാനുള്ള രീതിയിൽ. കാരണം 8ാം തീയതി ബാംഗ്ലൂരിൽ നിന്നു, അല്ല 8ാം തീയതി ബാംഗ്ലൂരിൽ എത്തണം എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്തു. കാരണം 10ാം തീയതി ഫ്ലൈറ്റ്. അങ്ങനെ ഇതേമാതിരി മേക്ക് മൈ ട്രിപ്പിൽ ഹോട്ടലിൽ ബുക്ക് ചെയ്ത്. അവിടെ നമ്മളെ കസിൻ ഉണ്ട്, വിനോട്ടൻ. അപ്പോൾ വിനോട്ടനും അമ്മ ചേച്ചീൻ്റെ ഹസ്ബൻഡാണ് വിനോട്ടൻ. അങ്ങനെ അവരെ വീട്ടിൽ നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോയി. പിന്നെ അവിടെ കുക്കിൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, കസിൻസ് ഉണ്ടായിരുന്നു. അവിടേക്ക് പോയി. ഒറ്റ ദിവസത്തിലാട്ടോ നടക്കുന്നത്. പിറ്റേ ദിവസം ഫ്ലൈറ്റ് കയറി നേരെ ഇങ്ങോട്ട് വന്നു. ഇവിടെ വന്നപ്പോൾ നേരെ വിൻ്ററിൽ കുക്കു ഫസ്റ്റ് വിൻ്റർ. അങ്ങനെ സ്റ്റാർട്ടിങ് വന്നപ്പോൾ തന്നെ ആളൊന്ന് മേടിച്ച്. കാരണം നാട്ടിൽ നല്ല ചൂട് കഴിഞ്ഞിട്ട് പെട്ടെന്ന് കൂടെ വിൻ്ററിൽ വരിക പറഞ്ഞാൽ ഫസ്റ്റ് 28 ഏകദേശം -20ലേക്കാണ് വരുന്നത്. അങ്ങനെ സ്റ്റാർട്ടിങ് ആൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ജോളി ഞങ്ങൾ ഒരുമിച്ച് ആ ടൈമിൽ ജിമ്മിന് ഭയങ്കര പ്രാന്തായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഞാൻ ജോലി കഴിഞ്ഞെത്തും, അതിന് ബുക്കായിട്ട് ജിമ്മിൽ പോകും. നല്ല ജോളിയായിരുന്നു. അപ്പോൾ ഈ കൊറോണയൊക്കെ വന്ന് പിന്നെ ജിമ്മൊക്കെ എത്തി. പിന്നെ കൊറോണ വന്നപ്പോൾ അത് ഗുണമുണ്ടായി പറഞ്ഞാൽ ഒരു 2.5 മാസം ലേ ഓഫ് ഉണ്ടായിരുന്നു ഓഫീസിൽ നിന്ന്. എല്ലാ എംപ്ലോയീസിനും ഒരുവിധം എല്ലാ കമ്പനിയും ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ടൈം കുക്കിനോട് സ്പെൻഡ് ചെയ്യാൻ പറ്റി. മെയിനായിട്ട് നമ്മൾ നാട്ടിൽ എല്ലാവരും ആർക്കും ജോലിയൊന്നും ഇല്ലല്ലോ, പോകാനൊന്നുമില്ല. നാട്ടിലായാലും എല്ലാവരും ഓൺലൈൻ. ലുഡോ ആയിരുന്നില്ല അന്നത്തെ സ്കീം, ഹെവി ലുഡോ കളിയായി. നല്ല അവളായിരുന്നു. പക്ഷേ 2.5 മാസം എനിക്കൊന്നുമില്ല ജീവിതത്തിൽ ഇനി അങ്ങനെ ടൈം കിട്ടുന്നു. കാരണം അത്ര അടിച്ചു പൊളിക്കാനുള്ള. അങ്ങനെ ജോലിയൊക്കെ ആയി. പിന്നെ ഈ അടുത്ത് കുക്കിന് ആമസോണിൽ ജോലി കിട്ടി. അങ്ങനെ ഇപ്പം രണ്ടാളും വർക്കിംഗ് ആണ്. കുഴപ്പമില്ല, ഹാപ്പി ആയിട്ട് ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ കാനഡയിലേക്ക് സ്റ്റുഡൻ്റായി വന്നതും പിന്നെ VRF ചെയ്ത് അങ്ങനെ ആ ഒരു ജേർണി നിങ്ങളുടെ മുന്നിൽ പങ്കുവയ്ക്കാനുള്ള രീതിയിലായിരുന്നു ഇന്ന് ഈ വ്ളോഗ് ചെയ്തത്. എല്ലാവർക്കും എൻ്റെ ഈ സ്റ്റോറി, എൻ്റെ ഒരു കൊച്ചു സ്റ്റോറി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്തായാലും കണ്ട സ്ഥിതിക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അത് മറക്കരുത്. ഓക്കെ.